ഞാൻ സത്യത്തിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂക്ക. കാരണം മമ്മൂക്കക്ക് അറിയാം, മമ്മൂക്ക കൂടെ വർക്ക് ചെയ്യുന്നവരെ ഒബ്സർവ് ചെയ്യുന്നതിൽ വളരെ മിടുക്കനാണ്. അപ്പോൾ മമ്മൂക്ക ആളിങ്ങനെ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അവനിൽ എന്തെങ്കിലും കണ്ടന്റ്, അത് ചിലപ്പോൾ പരീക്ഷണമൊക്കെ നടത്തും, ചിലപ്പോൾ ചില തർക്കങ്ങൾ നടത്തും, ചിലപ്പോൾ വഴക്ക് പറയും. ഇതിലെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ചില കാര്യങ്ങൾ, ചില ഡൗട്ടുകൾ മമ്മൂക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും ഡൗട്ട് ചോദിച്ച് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റി നമ്മളത് കണ്ടുപിടിക്കേണ്ടോ നോക്കും. ചിലപ്പോൾ എന്നിട്ട് തിരുത്തി പറയും, ഇത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റാണ് പറയണമെന്നുള്ളത് ശ്രദ്ധിക്കും. അപ്പോൾ പലപ്പോഴും ഇത് എന്നിട്ടാണ് അദ്ദേഹം ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റൈലൊക്കെ കണ്ണ് നമ്മളുടെ ദേഹത്തായിരിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സിനിമ പട്ടാളം എന്ന സിനിമയിലാണ് മമ്മൂക്കാനായിട്ട് ആദ്യമായിട്ട് അടുത്ത് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ഈ പരിചയം പിന്നീട് പല സിനിമകളിലും, മമ്മൂക്ക തന്നെ പല സിനിമകളിലും എന്നോട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ചില സിനിമകൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ചില സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അപരിചിതൻ എന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് മമ്മൂക്ക വേറൊരു സംവിധായകനോട് പറയുന്നത്, എനിക്കൊരു പള്ളിയിലച്ഛൻ ബേസ് ചെയ്തിട്ടൊരു സബ്ജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഞാൻ ആ സമയത്ത് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്നതാണ്. അപ്പോൾ ആ കോസ്റ്റ്യൂം കണ്ടിട്ട് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മമ്മൂക്ക റെഡി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത്, നിൻ്റെ കയ്യിൽ പള്ളിയിലച്ഛൻ സബ്ജക്റ്റ് ഉണ്ടോ, എന്നുണ്ടെങ്കിൽ നിനക്കും തരാം ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു, കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ അത് നമുക്ക് വളരെ തമാശയായിട്ട് വളരെ ഇതായിട്ട് പോകും. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഒരു സംവിധാന അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മമ്മൂക്കയെ പോലെ ഒരാളെ തുടങ്ങണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാനത് മമ്മൂക്കയുടെ ഈ പറഞ്ഞ സബ്ജക്റ്റ് മനസ്സിലിട്ടിട്ട് ഒരു പള്ളിയിലച്ഛൻ ബേസ് ചെയ്തിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സംഭവമാണ്. അപ്പം ഞാനിത് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ റിയാസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ പരിചയപ്പെടുന്നതും അദ്ദേഹത്തോട് ഞാൻ ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ അവനും ഒരു ഫോർമാറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊരു ഫോർമാറ്റ് ഉണ്ടാക്കി. ഞങ്ങളത് മമ്മൂക്കയോട് പ്രസൻറ്റ് ചെയ്തു. മമ്മൂക്കക്ക് സബ്ജക്റ്റ് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു ഇത് ചെയ്യാം. അപ്പോൾ അതിനൊരു പ്രൊഡ്യൂസർ വന്നു. ആ പ്രൊഡ്യൂസറാണ് അനീഫ് മുഹമ്മദ് എന്ന് പറയുന്ന റെഡ് റോസ് ക്രിയേഷൻസ്. അപ്പോൾ അവർ തയ്യാറായപ്പോൾ അപ്പോൾ ഇതിങ്ങനെ നീണ്ട് പോവുകയാണ് ഓരോ ഡേറ്റുകളും. കാരണം മമ്മൂക്കയുടെ തിരക്ക്, ഒരുപാട് കമ്മിറ്റഡ് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നീണ്ടു ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മലയാള സിനിമയിൽ അതുവരെ പള്ളിയിലച്ഛൻ ബേസ് ചെയ്തിട്ട് സിനിമകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഘോഷയാത്ര പോലെ ഒരുപാട് സിനിമകൾ പള്ളിയിലച്ഛന്മാരുടെ സബ്ജക്റ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പള്ളിയിലച്ഛൻ സബ്ജക്റ്റ് എന്തായാലും ഒരു പള്ളിയിലച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു പള്ളി ഉണ്ടാവണം, അവിടെ ഒരു കപ്പ്യാർ, ക്യാരക്ടേഴ്സൊക്കെ റിപ്പീറ്റ് ചെയ്യും. പള്ളിയിലച്ഛൻ കപ്പ്യാർ ഉണ്ടാവും, കന്യാസ്ത്രീ ഉണ്ടാവും, അങ്ങനെ ആ നാട്ടുകാരൻ്റെ ഇടവക ഉണ്ടാവും. അതെല്ലാം പിന്നെ നമ്മൾ വെക്കുന്ന ആംഗിളുകളൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം. ഇപ്പോൾ പള്ളിയിലച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ മനസ്സിലുണ്ട്, ഒരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആംഗിളൊക്കെ ഉണ്ട്. ആ ആംഗിളിൻ്റെ പല റിപ്പീറ്റേഷനും പല സിനിമകളും വരാം. അപ്പോൾ ഞാൻ മമ്മൂക്കായിട്ട് ഒരു ദിവസം ഡിസ്കഷനിൽ പറഞ്ഞു, മമ്മൂക്ക ഒരുപാട് പള്ളിയിലച്ഛന്മാർ വരുന്നു. അപ്പോൾ മമ്മൂക്ക അതൊരു പുതുമയല്ല മമ്മൂക്കാക്ക്. അപ്പോൾ മമ്മൂക്ക അത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് അത് പിന്നീട് ഇപ്പോൾ മമ്മൂക്ക ബാക്കിയെല്ലാം ചെയ്ത നടന്മാരെ മമ്മൂക്ക അനുകരിച്ചു എന്നുള്ള ലൈനിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് നമുക്ക് മാറ്റി ആലോചിക്കണമെങ്കിൽ ആലോചിക്കാം എന്ന് പറഞ്ഞു. അതിനിടയിലാണ് എനിക്ക് റെഡ് വൈൻ എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നത്. ഈ റെഡ് വൈൻ സംഭവിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ലാലേട്ടനുമായിട്ട് അതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അസോസിയേറ്റായിട്ടോ അസിസ്റ്റൻ്റായിട്ടോ ഞാൻ പരിചയമില്ല. ഞാൻ എൻ്റെ സബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടനെ പരിചയപ്പെടുന്നത്. ലാലേട്ടൻ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സമയത്ത് എന്നെ അങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒബ്സർവേഷനിൽ വളരെ മിടുക്കന്മാരാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ലാലേട്ടനോട് കഥ പറയുന്നു, റെഡ് വൈൻ സംഭവിക്കുന്നു, ഫഹദ്, ആസിഫ് എല്ലാവരും വെച്ച് റെഡ് വൈൻ സംഭവിക്കുന്നു. ഇതിന് ശേഷം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, നമുക്കൊരു പുതിയ ഫ്രഷ് സബ്ജക്റ്റ് ആലോചിക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞു, ശരി എന്നാൽ നീ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റിയാസിനെ സംബന്ധിച്ച്, റിയാസ് നേരത്തെ മാധ്യമം എന്ന് പറഞ്ഞ പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അയാൾ ആ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി റെഡി ആയിട്ട്. അപ്പോൾ അയാൾക്ക് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ എനിക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ ഈ സമയത്ത് തന്നെ വന്നു, മമ്മൂക്ക ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഞാൻ വിശ്വസിച്ചു, അയാൾ എൻ്റെ കൂടെ വന്നു. അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ വേറൊരാളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ ഒരു ലൈഫിന് അത് ബാധിക്കും. അയാൾക്കൊരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു അയാൾ തന്നെയായിരിക്കണം സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഞാൻ റിയാസിനോട് പറഞ്ഞു, നമുക്കൊരു ഫ്രഷ് തോട്ട് ആലോചിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഈ മംഗ്ലീഷിൻ്റെ ഒരു കഥാരൂപം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ മെയ് 15-ാം തീയതി മമ്മൂക്കയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്ക തന്നെയാണ് ആ നായകൻ എന്നുള്ളത് ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു. കാരണം മമ്മൂക്കയുടെ ഡേറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ നേരത്തെ അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾക്കെല്ലാം അഡ്വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓണായിട്ടുള്ള പ്രൊജക്റ്റാണ്. അതിലേക്ക് ഇനി സബ്ജക്റ്റ് മാത്രമേ, ആ സബ്ജക്റ്റ് മമ്മൂക്കാക്ക് ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെയാണ് മാലിക് ബായും മമ്മൂക്കയുടെ മാനറിസവും ഹീറോയിസവും പിന്നെ സ്റ്റാർഡൊക്കെ ഉപയോഗിച്ചിട്ടൊരു സബ്ജക്റ്റ് രൂപം ആ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മാസ് സിനിമ തന്നെ ആയിക്കോട്ടെ. കാരണം
നമ്മൾ പല സിനിമകൾ ഇപ്പോൾ അടുത്ത കാലത്ത് മമ്മൂക്കായുടെയും അല്ലാതെയുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ചില സിനിമകൾ തോന്നിയിട്ടുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ പ്രേക്ഷകരോടൊപ്പം തന്നെ നമുക്കും ചില നിരാശകൾ. ഇപ്പോൾ അവർ മേക്ക് ചെയ്തത് മോശമായിട്ടല്ല, അവർ ആ രീതിയിലായിരിക്കും കൺസെപ്റ്റ് കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു മാസ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പാത്ര സൃഷ്ടിയാണ് മംഗ്ലീഷിലെ മാലിക് ഭായ്. ഈ മാലിക് ഭായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊന്നാനി, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന പട്ടണത്തിൻ്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന താലൂക്കിലെ ഇപ്പോൾ പാലപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള, എൻ്റെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലോര ഗ്രാമമാണ്. കടലും കടപ്പുറവും ഒക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ട് ജീവിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്നൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ ആളുകൾ, ഞങ്ങൾ പരിചയമുള്ള ഒരുപാട് പേരും കടലിൽ പോകുന്നവരാണ്, കടലിൽ മത്സ്യം വിൽപ്പന നടത്തുന്നവരാണ്, പിന്നെ ഇതുപോലെ ഈ ഓപ്ഷൻ മറ്റേ ലേലം ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ അപ്പോൾ ഈ എപ്പോഴും മീനൊക്കെ ഉണ്ടാവുന്ന, ഒരുപാട് ചാകരയൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന, അപ്പോൾ ഞങ്ങൾ ചാകരയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ കടപ്പുറത്തൊക്കെ ചെന്ന് എപ്പോഴും പോയിട്ട് അവിടെ ഒരു ഉത്സവം പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഈ ലേലം വിളികളൊക്കെ വളരെ സജീവമാണ്. അപ്പോൾ അതൊന്നും മനസ്സിൽ നമ്മൾ അറിയാതെ എവിടെയോ കിടന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ബീച്ച് എന്ന് പറയുന്നതും മത്സ്യബന്ധനമൊക്കെ കുറഞ്ഞു. പിന്നീട് അവിടുത്തെ ആളുകൾ മുഴുവൻ ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ ഒരു ഗൾഫ് സിറ്റി ആണെന്ന് പറയും, ഒരു വില്ലേജ് ആണെന്ന് പറയും. എല്ലാ വീട്ടിലും ഗൾഫുകാരാണ്. അപ്പോൾ ഈ മത്സ്യബന്ധനമായിട്ടൊക്കെ പോകുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ഇവർക്ക് പക്ഷേ പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മറ്റേ പൊന്നാനിയിലാണെങ്കിൽ ഹാർബർ ഉണ്ട്. ഇപ്പോഴും നമ്മളിടയ്ക്ക് മീനൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞ മീൻ, അപ്പോൾ അവിടെ ഈ ലേലം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, കടപ്പുറത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ളവരാണ് അവർ. ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ ഒരാൾ ചതിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് പിന്നീട് ഒരു തരത്തിലും അവർക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. അവരൊരിക്കലും വിശ്വാസവഞ്ചന അവർ പൊറുക്കില്ല. സ്നേഹിച്ചാൽ കരൾ പറിച്ചു കൊടുക്കും, മറ്റേ എതിർത്താൽ ഭയങ്കര കുഴപ്പമാണ്. ഒരിക്കലും അവരെ ഒരു അനുനയിപ്പിക്കാൻ പറ്റില്ല. അവർ തീരുമാനം എടുത്താൽ അത് ഉറച്ചതാണ്. അത്തരമൊരു കഥാപാത്രം തന്നെയാണ് മാലിക് ഭായ് എന്ന് പറയുന്നത്. മാലിക് ഭായിയെ വിശ്വസിക്കുന്നിടത്തോളം ആർക്കും, ഇപ്പോൾ പൗലോസ് മുന്നോക്കാരനൊക്കെ ആ ക്യാരക്ടർ വിശ്വസിക്കുമ്പോൾ അയാൾ കൂടെ ഉണ്ട്. എന്തിനും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏത് രീതിയിലും മാലിക് ഭായ് റെഡിയാണ്. പക്ഷേ ചതിച്ചു കഴിഞ്ഞാൽ മാലിക് ഭായ് ആരാണെന്ന് നോക്കില്ല. അത് തന്നെയാണ്, അത് എവിടെയൊക്കെയോ നമ്മൾ കണ്ട്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആളെ അല്ല, ഒരു വലിയൊരു സമൂഹത്തെയാണ് ആ മാലിക് ഭായ് പ്രതിദാനം ചെയ്യുന്നത്. ഇത് മാലിക് ഭായ് ഈ മാലിക് ഭായ് ഉണ്ടായി. പക്ഷെ അപ്പോൾ ഈ മാലിക് ഭായ് സൃഷ്ടിച്ചതിന് ശേഷം മാലിക് ഭായ്ക്ക് ചുറ്റും ആരൊക്കെ ആവണം എന്നുള്ള ഒരു രൂപം നമ്മളുണ്ടാക്കി. അപ്പോൾ ഈ രൂപം ഉണ്ടാക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയാണ് പശ്ചാത്തലമായപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ബീച്ചാണ് അവിടെ. ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ മട്ടാഞ്ചേരി ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് മത്സ്യബന്ധനവുമായി റിലേറ്റഡ് ആണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബീച്ച് എപ്പോഴും ക്രിയേറ്റഡ് ആണ്. അവിടെ പുതിയ അതിഥികൾ വരുന്നു, ഈ അതിഥികൾക്ക് വേണ്ടി നമ്മൾ പലതും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുകളുണ്ട്. അപ്പോൾ പല രീതിയിലും നമ്മളത് ഈ മാലിക് ഭായിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ മാലിക് ഭായിയുടെ ആദ്യമൊക്കെ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ ഒരു അധ്യാപിക, ഒരു ഫോറിനർ ആയാലും അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ അതിനെ ഈ കണക്ട് ചെയ്തു. അപ്പോൾ ഒരു ഭാഷയെ അറിയാത്തൊരു മാലിക് ഭായ്, ആ മാലിക് ഭായ്ക്ക് ഭാഷ അതിനുണ്ടായിരുന്ന ഫൺ എലമെൻറ്റ് നായികയായിട്ടും നല്ല ആദ്യം ഉപയോഗിച്ചു. ഒരു ക്യാരക്ടറായിട്ടും ഈ മിഷേൽ എന്ന ക്യാരക്ടറിനെ നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ടൂറിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചു. ആ സമയത്ത് തന്നെ വേറൊരു നായിക ഉണ്ടായിരുന്നു നമ്മുടെ സിനിമയിൽ. പിന്നീടാണ് ആലോചിച്ചത് എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഒരു മാലിക് ഭായിയുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മദാമ തന്നെ ആയാലും എന്തായിരിക്കും. അപ്പോൾ അതിനൊരു പുതുമയുണ്ട്. നമ്മൾ ഇത്രയും അപ്പോൾ അത് ഈ മിഷേലിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വെല്ലുവിളിയുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ കഥ മമ്മൂക്കാട് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞതിനൊരു ചോദ്യമുണ്ട്. കഥയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, മാലിക് ഭായിന് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആരാണ് ഈ മിഷേൽ ആര് ചെയ്യും? നമ്മുടെ മലയാള സിനിമയിൽ ഉള്ള നായികമാരൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ഫോറിനറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ക്യാരക്ടർ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ ബോംബെയിലൊക്കെ ഒരുപാട് മറ്റേ ഡാൻസിനൊക്കെ ആയിട്ട് ഒരുപാട് വരും. അപ്പോൾ പറഞ്ഞാൽ അവർക്ക് ഡാൻസ്, അത് സത്യമാണ്, ഡാൻസ് ചെയ്യാൻ അവർക്ക് അറിയുള്ളൂ. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയണമെന്നില്ല. അവർ കാണാനൊക്കെ നല്ല സുന്ദരിയായിരിക്കും, ചിലപ്പോൾ ഡാൻസ് ചെയ്യും. പക്ഷേ ഇത്രയും നന്നായിട്ട്, കാരണം ഒരുപാട് സിനിമ കണ്ടവർക്ക് അറിയാം, ഒരുപാട് ഏറ്റവും കൂടുതൽ അഭിനയ സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ് മിഷേൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ആദ്യം ഒന്ന് കണ്ടെത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മിഷേലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ലണ്ടനിലേക്ക് പോകണം. അവിടെ 2 മാസം ഞാൻ താമസിച്ചു. അവിടെ താമസിച്ചിട്ട് പല യൂണിവേഴ്സിറ്റികളിലും നമ്മളുടെ നോട്ടീസ് ബോർഡിൽ നമ്മുടെ സംഭവം അവരുടെ സൈറ്റുകളിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ഈ ആവശ്യങ്ങളിട്ടു. അപ്പോൾ ഒരുപാട് അന്വേഷണങ്ങളും വന്നു. അതിൽ പല സ്ക്രീനിങ് നടത്തി. അപ്പോൾ ഇപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല പാട്ടുകാരും ഗായികമാരും അതിൽ അപ്ലൈ ചെയ്തിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അവരൊക്കെ വന്നു. പക്ഷേ എന്നാലും ഒരു മിഷേലിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. പലരും അഭിനയിക്കുമ്പോൾ ചിലർ ഭംഗി ഉണ്ടാവില്ല, ചിലരുടെ ഒരു എക്സ്പ്രഷൻസ് ചിലത് ക്യൂട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് മുസ്തഫ എന്ന് പറയുന്ന നെതർലാൻഡിൽ വർക്ക് ചെയ്യുന്ന, അയാൾ അവിടെ പരസ്യമൊക്കെ ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞു നിൻ്റെ അപ്പോൾ അവന് ഞാൻ ഈ സൈറ്റിലുള്ള പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമാണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് ഫോട്ടോസും പോർട്ട്ഫോളിയോസ് അയച്ചു തന്നു. അതിൽ നിന്ന് ഞങ്ങൾ 2 പേരെ സെലക്ട് ചെയ്തു. അതിൽ ആദ്യത്തെ ആൾ മമ്മൂക്ക ജർമ്മനി പോയ സമയത്ത് മമ്മൂക്കാൻ്റെ ആയിട്ട് കാണാൻ ചെന്നു. മമ്മൂക്കാക്ക് അത് ഇഷ്ടമായി. പക്ഷേ നമ്മളുടെ ഈ ഡേറ്റൊക്കെ മാറിയതുകൊണ്ട് അവർ പിന്നെ അവർ വളരെ എൻഗേജ്ഡാണ് എപ്പോഴും. അപ്പോൾ അവരൊരു പർട്ടിക്കുലർ സമയത്ത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ മാറി. പകരം 2 പേരെയാണ് ഇത് ചെയ്യുന്നത്. പകരം ഇവരും ആദ്യം ഇവരെന്നെ നേരിട്ട് വന്ന് കണ്ടു ലണ്ടനിലുള്ള സമയത്ത്. എന്നിട്ടാണ് ഞങ്ങൾ അവരുടെ ക്ലിപ്സ് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഇത് നമ്മുടെ മിഷേലിന് കറക്റ്റായിരിക്കുന്നത്. പക്ഷേ ആദ്യകാലങ്ങളിൽ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഈ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് അവർ ഏതോ ഇന്ത്യയിലെ ഏതോ ഒരു ചെറിയ ലാംഗ്വേജിൽ ഒരു സിനിമ എടുക്കുന്നു, അതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിളിച്ചു എന്നുള്ളത്. പിന്നെ നമ്മളുടെ ഒരു റെമ്യൂണറേഷനൊന്നും അത്ര അട്രാക്റ്റീവ് അല്ല അവരുടെ സമയം. യൂറോയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നീടാണ് ഇവർ മമ്മൂക്കായുടെ പ്രൊഫൈൽ വായിക്കുന്നു, മലയാള സിനിമയെക്കുറിച്ച് അവർ പഠിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ആവശ്യമായി ഈ സിനിമ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പിന്നീട് എന്നെ നിരന്തരം ഇങ്ങോട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ഞാൻ ഡേറ്റ് മാറുന്നത് സോറിക്കുമ്പോഴില്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യും. പിന്നീട് അവർ നമ്മളോട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റിലീസിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു. അവർ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് സ്ക്രിപ്റ്റ് വായിക്കുകയും പഠിക്കുകയും പിന്നീട് ഇവിടെ നമ്മൾ മലയാളത്തിലുള്ള ചില ഡയലോഗുകളൊക്കെ അവർ കാണാതെ പഠിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് ഒരുപാട് ദിവസം മുമ്പ് അവരോട് വന്നു. എന്നിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു.